ഹായ് ഓൾ. ഞാൻ വളരെ ലേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ ക്വസ്റ്റ്യൻ ആണിത്. മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ആൻസർ ഷീറ്റിൽ ശരിക്കും നെയിം ഓഫ് ദി പ്രോഗ്രാം, നെയിം ഓഫ് ദി കോഴ്സ് എന്നുള്ള രണ്ട് കാര്യങ്ങൾ എഴുതാൻ കൊടുത്തിട്ടുണ്ടാവും. നെയിം ഓഫ് ദി പ്രോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് സെമസ്റ്റർ BCom ഡിഗ്രി എക്സാമിനേഷൻ ഇപ്പോഴത്തെ മാസം ജനുവരി 2024 എന്ന് എഴുതണം. കഴിഞ്ഞ വർഷം നിങ്ങളുടെ സീനിയേഴ്സ് പരീക്ഷ എഴുതിയത് മാർച്ചിലാണ്, നിങ്ങൾക്ക് നേരത്തെ എഴുതാൻ സാധിച്ചു. ദെൻ നെയിം ഓഫ് ദി കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റാണ് നെയിം ഓഫ് ദി കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ നെയിം ഓഫ് ദി കോഴ്സ് എന്ന് പറയുമ്പോൾ മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ എന്ന് നിങ്ങൾ എഴുതണം. ഇത്തരത്തിലൊരു കോഡ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ആ കോഡ് നിങ്ങൾ നിർബന്ധമായിട്ടും എക്സാമിനേഷൻ്റെ മെയിൻ ആൻസർ ബുക്കിൽ എഴുതിയിട്ടുണ്ടാവണം. ദെൻ നിങ്ങളെല്ലാവരും മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടിരുന്നതാണ്. ഇപ്പോൾ നാം കാണുന്നത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനാണ്, സെക്ഷൻ എയിലെ ക്വസ്റ്റ്യനാണ് കാണുന്നത്. ഈ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് ഒരു പക്ഷെ ചില ക്വസ്റ്റ്യൻസ് പുറമേ നിന്ന് ചോദിക്കാറുണ്ട്. അതായത് നമ്മുടെ സിലബസിനുള്ളിൽ വരുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തു നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കേട്ട് പരിചയമില്ലാത്ത ഏതെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. സെക്ഷൻ എയിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി അറിയാം, ലിബറലൈസേഷൻ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തന്ന ടോപ്പിക്കാണ്, മാനേജറിയലിസം പറഞ്ഞതാണ്, പാർട്ണർഷിപ്പ് ഡീപ്ഡ് പാർട്ണർഷിപ്പിൻ്റെ അകത്ത് കണ്ടതാണ്, HRM എന്താണെന്നുള്ളത് കണ്ടതാണ്, വാല്യൂസ് ഇൻ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്, വെഞ്ചർ ക്യാപിറ്റൽ ശരിക്കും ഒരു എന്താ പറയുക ഔട്ട്സൈഡ് ഏരിയ എന്നൊരു ക്വസ്റ്റ്യനാണത്, സ്കിമ്മിങ് എന്ന് പറയുന്നതും ഔട്ട്സൈഡ് ഏരിയ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസിന് 2 എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വാട്ട് ഈസ് കേസ് സ്റ്റഡി? അപ്പോൾ ഇതും അറിയാവുന്ന കാര്യമാണ്. ഇതിൽ നിങ്ങൾ 2 ക്വസ്റ്റ്യൻസ് നോക്കുക, വെഞ്ചർ ക്യാപിറ്റലും സ്കിമ്മിങ്ങും. വളരെ സിമ്പിളായ 2 കാര്യമാണ്. നിങ്ങൾക്കൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ലഭിക്കുന്നതാണ്. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് റിസ്ക് ക്യാപിറ്റലിനെയാണ് ശരിക്കും വെഞ്ചർ ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്കിമ്മിങ് അത് പല ആംഗിളിൽ പറയാറുണ്ട് സ്കിമ്മിങ്ങിനെ സംബന്ധിച്ച്. അത് റീഡിങ് ടെക്നിക്കിൻ്റെ കോണ്ടസ്റ്റിലൊരു സ്കിമ്മിങ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ വേണമെങ്കിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളൊരു പക്ഷേ ആ റീഡിങ്ങിനെ സംബന്ധിച്ച് വായിച്ച് പഠിച്ച വേളയിൽ ആ റീഡിങ്ങിൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ഒരു സ്കിമ്മിങ്ങിനെ സംബന്ധിച്ച് ഒരു പക്ഷേ പറയുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. റീഡിംഗ് ടെക്നിക്ക് നിങ്ങളുടെ പേജ് നമ്പർ 5.5 ആ സ്കിമ്മിങ്ങിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. സ്കിമ്മിങ് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിലും വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ സ്കിമ്മിങ് വെച്ചേക്കണം നമ്മുടെ പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ്റെ അകത്തെ ടെക്നിക്സ് ഓഫ് എഫക്റ്റീവ് റീഡിങ്ങിൻ്റെ അകത്ത് സ്കിമ്മിങ് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. സോ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒറ്റ കാര്യമാണ് ശരിക്കും ഔട്ട്സൈഡ് ആയിട്ടുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. ഇനിയുള്ളത് സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വായിക്കണം. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഇൻ 1 or 2 സെൻറ്റൻസ്. എങ്ങനെയാണോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ നമ്മൾ എഴുതാൻ ശ്രമിക്കണം. അപ്പം ഇതെല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. 10 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. ആ 10 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുമ്പോഴത്തേനും ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ 2 സെൻറ്റൻസിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിലിപ്പോൾ കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രശ്നവുമില്ല, കുറയാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ദെൻ എഴുതുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു രീതി പറയാം. ഇപ്പം നിങ്ങൾ പലരും പല രീതിയിലായിരിക്കും ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. ചിലർ ആദ്യം സെക്ഷൻ എ എഴുതും, ചിലർ സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി ആ ഓർഡറിൽ എഴുതുന്നവരുണ്ടാവും. അങ്ങനെ ഓർഡറിൽ തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ നിങ്ങൾ സെക്ഷൻ ഡി ആദ്യം എടുത്ത് നോക്കി, ചിലർ ക്വസ്റ്റ്യൻ കിട്ടുന്ന വഴി എസ് എ എടുത്ത് നോക്കും. എസ് എ എടുത്ത് നോക്കിയപ്പോൾ എസ് എക്കകത്ത് 2 എസ് നന്നായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യാതൊരു സംശയവും നോക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പേന എടുക്കുക, സെക്ഷൻ ഡി എന്നുള്ള ഹെഡിങ് കൊടുക്കുക, അതിനുശേഷം ഏതാണോ ക്വസ്റ്റ്യൻ അതിൻ്റെ നമ്പർ കറക്റ്റായിട്ട് മാർജിനകത്ത് ഇടാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എസ് എ ധൈര്യമായിട്ട് എഴുതി തുടങ്ങാം. 2 എസ് നിങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് തോന്നുകയാണ് സെക്ഷൻ എ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, സെക്ഷൻ എ എഴുതാം. സെക്ഷൻ എ എഴുതാൻ പോവുകയാണെങ്കിൽ നമ്മൾ സെക്ഷൻ എ എന്നുള്ള ഹെഡിങ് കൊടുത്തതിന് ശേഷം എഴുതാനായിട്ട് ശ്രമിക്കുക.
ഇപ്പോൾ എസ്സേയുടെ അകത്തെ കാര്യം നോക്കുക, ലോങ് എസ്സേ ടൈപ്പ് ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് എന്നാണ് പറയണത്. ശരിക്കും അതൊരു 2 പേജ്, ഒരു ഫുൾ പേജ്, അതായത് ഒരു പേജിൻ്റെ 2 സൈഡ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത പേജിൻ്റെയും ഒരു പകുതി എഴുതി വയ്ക്കുന്നവരാണ് ശരിക്കും ഒരു എസ്സേ ആയിട്ട് കണക്കാക്കുന്നത്. പക്ഷെ അതിൽ കൂടുതൽ എഴുതി എന്ന് വിചാരിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല, എന്ന് വിചാരിച്ചുകൊണ്ട് യാതൊരു തരത്തിലും ഗ്യാസ് ഒന്നും കയറ്റി എഴുതാനിരിക്കാൻ ശ്രമിക്കുക. തള്ളിൻ്റെ ആവശ്യമില്ല, കണ്ടൻസ് കറക്റ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. ഒരു എസ്സേക്ക് വേണ്ട ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം നന്നായിട്ട്, അതിൻ്റെ ബോഡി പാർട്ട് സബ്ജക്റ്റ് നല്ല കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഫൈനലി നന്നായിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എസ്സേക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എസ്സേ ആണ് നിങ്ങൾ എഴുതുന്നതെന്നുണ്ടെങ്കിൽ സെക്ഷൻ ഡി എന്ന് എഴുതിയിട്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യം സെക്ഷൻ ബി ആണെങ്കിൽ എഴുതാം, സെക്ഷൻ ബി എന്ന ടൈറ്റിൽ കൊടുക്കുക. സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ എനി 8 ക്വസ്റ്റ്യൻസ് ആൻഡ് നോട്ട് എക്സീഡിങ് എ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫിന് അപ്പുറത്തോട്ട് പോകരുതെന്ന് വാൺ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പേജിൻ്റെ പകുതി വരെയൊക്കെ എഴുതിയെന്നോർത്തും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു പാരഗ്രാഫ്, ഒരു വലിയൊരു പാരഗ്രാഫ് വരെ നമുക്ക് എഴുതി പോവാം എന്നുള്ളതാണ്. പകുതി എഴുതാം, അതിൻ്റെ അതൊന്നും ഒരു പ്രശ്നവുമില്ല. ഒരു പേജിൻ്റെ ഹാഫ് വരെ എഴുതാം, ഒരു പ്രശ്നവുമില്ല. അതിൻ്റെ അത് ധൈര്യമായിട്ട് എഴുതാം, നോ പ്രോബ്ലം. ഇനി ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക, നമുക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഔട്ട്സൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, കാരണം ഈ ടോപ്പിക്കിൻ്റെ അകത്ത് ഈ മെത്തഡോളജി എന്ന് പറയുന്നതിനകത്ത് ചില കാര്യങ്ങൾ അങ്ങനെ വരാറുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺട്രപ്രണർ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് നമ്മൾ സംസാരിച്ച കാര്യമാണ്. എത്തിക്കൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഇൻ്റർനാഷണൽ ബിസിനസ്, ക്വസ്റ്റ്യൻ നമ്പർ 12 എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആയിട്ടുള്ള കാര്യമാണ്. ക്രോസ് ടാബുലേഷൻ, ഇത് ശരിക്കും ടാബുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ പ്രസൻറ്റേഷനുമായി ബന്ധപ്പെട്ട് വരുന്നൊരു കാര്യമാണ്. ഡേറ്റ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന കാര്യമാണ്. ശരിക്കും അതും ഏറെക്കുറെ നമുക്കൊന്ന് ഔട്ട്സൈഡ് കോൺടെക്സ്റ്റിലോട്ട് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഡേറ്റ പ്രസൻറ്റേഷനകത്ത് വരുന്നൊരു കാര്യമാണ് ഈ പറയുന്ന ക്രോസ് ടാബുലേഷൻ ഉദ്ദേശിക്കുന്നത്. ടാബുലാർ ഫോമിൽ, ടേബിളിൻ്റെ ഫോമിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ട് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുന്ന സിറ്റുവേഷനാണ് ശരിക്കും ക്രോസ് ടാബുലേഷൻ. യു ക്യാൻ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്. ദെൻ വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് നോൺ രജിസ്ട്രേഷൻ ഓഫ് ഫോംസ്, ഇതും ശരിക്കും ഒരു EDP കോൺടെക്സ്റ്റിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞ വർഷം ഇതിനകത്ത് ഈ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസിനകത്ത് 3 ക്വസ്റ്റ്യനും EDP ആയിട്ടൊക്കെ ഒരു ഡയറക്റ്റ് കണക്ഷൻ വരുന്നുണ്ട് ഓൺട്രപ്രണർഷിപ്പുമായിട്ടൊക്കെ. രജിസ്ട്രേഷൻ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഫോർമാലിറ്റീസ്, നിങ്ങൾ ടാക്സ് ബെനിഫിറ്റ്സ് ഒന്നും ക്ലെയിം ചെയ്യാൻ സാധിക്കത്തില്ലാത്ത ചില പ്രശ്നങ്ങളൊക്കെയാണ് അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് കോർപ്പറേറ്റ് എൻറ്റിറ്റീസ്, എന്താണ് കമ്പനീസ് എന്നാണ് ചോദിച്ചേക്കണേ. വാട്ട് ആർ ദി ഇഷ്യൂസ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ്, ഗവേണൻസിനെ കുറിച്ച് ശരിക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോലുമില്ല, പക്ഷേ അതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ഡിബഞ്ചർ ക്യാപിറ്റൽ എന്താണെന്ന് അറിയാം, സ്കാനിങ് എന്താണെന്ന് അറിയാം, സെക്കൻഡറി മെറിറ്റ് നോക്കിക്കൊള്ളണം, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്താണ് ട്രഷറി സെക്ടർ, എന്താണ് ഗവൺമെൻറ് റെഗുലേഷൻസ് ബിസിനസ്സിനെ സംബന്ധിച്ച്. ഇപ്പോൾ എല്ലാം തന്നെ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ചില ക്വസ്റ്റ്യൻസ് ഔട്ട്സൈഡ് ഏരിയയിൽ നിന്ന് വരാറുണ്ട്. സെക്ഷൻ സിയിലോട്ട് പോവുകയാണെങ്കിൽ സെക്ഷൻ സി എന്താണെന്നുള്ളത് നോക്കണം. ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അത് 6 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ, 6 എണ്ണമാണ് എഴുതേണ്ടത്. ഒരു ക്വസ്റ്റ്യന് 4 മാർക്കാണ് ഉള്ളത്. അപ്പോൾ അത് ശരിക്കും ഒരു ഫുൾ സൈഡും അടുത്ത ഒരു ഹാഫും കൂടെ എഴുതി നിർത്തും. കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് വലുതായിട്ട് എഴുതേണ്ടതാണെങ്കിൽ വലുതായിട്ട് തന്നെ എഴുതേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാണ്. ഫീച്ചേഴ്സ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ചോദിച്ചു. ഫീൽഡ് സ്റ്റഡിയുടെ സ്റ്റെപ്സ് എന്താണെന്ന് ചോദിക്കുന്നു. മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ഇൻ സ്മോൾ മീഡിയം ഓർഗനൈസേഷൻസ് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്ത ഏരിയ ആണത്. കമ്പനിയുടെ ലിമിറ്റേഷൻസ് എന്താണ്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് സംസാരിച്ചുള്ളൂ. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നതാണ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. നിങ്ങളതിനെ അഗ്രി ചെയ്യുന്നുണ്ടോ, എന്നാൽ അതിൻ്റെ കാരണം എന്താണ്. ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആണ്, പക്ഷേ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചാൽ ആർഗ്യുമെൻറ്റ്സ് ഇൻ ഫേവർ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ആംഗിളാണ് അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോറി, ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി ബിസിനസ്. ഡു യു എഗ്രി, സ്പെസിഫൈ ദ റീസൺസ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് മെയിൻ കാരണം എന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനെ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം. സോ ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് പറയേണ്ടത്. ബിസിനസ് എത്തിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി വാട്ട് ആർ ദ ഫാക്ടേഴ്സ് കൺസിഡേർഡ് വൈൽ സെലക്ടിങ് ആൻ ഐഡിയൽ ബിസിനസ് ഓർഗനൈസേഷൻ. അത് ശരിക്കും നമുക്ക് ജനറൽ സെൻസിൽ നമുക്ക് തിയറട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ അതൊന്നും ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ഓർഗനൈസേഷൻ ഫ്രെയിംവർക്ക് എവിടെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുക എന്നുള്ളത് നോക്കുമ്പോൾ
കുറേ കാര്യങ്ങൾ നമ്മൾ ജനറൽ സെൻസിൽ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അതായത് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് എവിടെയാണ് കിട്ടുന്നത്, ലൊക്കേഷണൽ അഡ്വാൻറ്റേജസ് നമുക്ക് ലഭിക്കുന്നുണ്ടോ, ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് അവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ജോയിൻറ്റ് വെഞ്ചർ ഫോം ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ ശരിക്കും സിലബസ് നമുക്ക് പറയാത്തൊരു കോൺടാക്സ്റ്റ് ആണത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം. ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സെക്ഷൻ സി പ്രകാരമായിരുന്നെങ്കിൽ സെക്ഷൻ ഡിയിലോട്ട് നോക്കുവാണെങ്കിൽ അവിടെ ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കോണമിയാണ് ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ബിസിനസ് മാൻ വൈൽ എസ്റ്റാബ്ലിഷിങ് എ ന്യൂ ബിസിനസ് യൂണിറ്റ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഫേസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട്. ഓൺടർപ്രണറിയൽ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്താണ്, അതോടൊപ്പം തന്നെ പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും തമ്മിലുള്ള പ്രധാനപ്പെട്ട സോഴ്സസ് എന്താണെന്നുള്ള കാര്യം. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കിങ്ങനെ ഔട്ട്സൈഡ് പെർവ്യൂലോട്ട് അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർഷിപ്പ് മേഖലയായിട്ട് കൂടുതൽ ചോദിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പല ഏരിയകളും ഇനി ഞാൻ പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുക സിലബസിൻ്റെ ഒരു ഏരിയയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സിലബസിനെ കണക്ട് ചെയ്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. 1 സെക്കൻഡ്, ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് അടുത്താക്കണമെന്ന് നോക്കട്ടെ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് സിലബസിനെ കുറിച്ചൊന്ന് കവർ ചെയ്യാം. താങ്ക് യു.